സ്വാഗതം ആശംസിച്ച ശ്രീമതി സുകന്യ പവിഴൻ ഭഗവാന്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഗുരു പൂജയല്ലാതെ ഒരു പൂജയെന്തിന്, ഗുരുദേവനല്ലാതെ ഒരു ദേവനെന്തിന്, ദുരിതത്തിനാധാരം അജ്ഞാനമെന്നാകിൽ അതു തീർക്കുവാൻ ആത്മാ ഗുരുനാഥനെയുള്ളൂ. ഹരിയായി ശിവനായി അറിവായതൊക്കെയും ഗുരുദേവനെന്നുള്ള പരമാർത്ഥമറിയണം. സത്യസ്വരൂപനും നിത്യരക്ഷകനുമായ ഭഗവാൻ ബ്രഹ്മശ്രീ ശിവാനന്ദ ഗുരുദേവ തിരുവടികളുടെ പാദങ്ങൾ ഭക്ത്യാദരപൂർവ്വം നമിച്ചുകൊണ്ടും നമ്മൾക്ക് വേണ്ടിയ ത്യാഗങ്ങൾ ഏറ്റവും സഹിച്ച് കടന്നുപോയ ഓരോ തിരുശരീരങ്ങളെ ഈ സമയം മനസ്സിൽ ധ്യാനിച്ച് നമിച്ചുകൊണ്ടും ഇന്ന് നമുക്കായി ശക്തിക്കും ശക്തിയായി വാഴുന്ന ആത്മലോക രക്ഷ ചെയ്ത് വാഴുന്ന പൊന്നമ്പൂറ്റി ദേവാനന്ദ ഗുരുദേവ തിരുവടികളുടെ പാദങ്ങൾ ഭക്ത്യാദരപൂർവ്വം നമിച്ചുകൊണ്ടും തിരുസന്നിധാനത്തെയും സ്വർഗഗോപുരത്തെയും പുണ്യമാതാവിനെയും ഈ സമയം മനസ്സിൽ ധ്യാനിച്ച് നമിച്ചുകൊണ്ടും ഭഗവാന്റെ വാഹനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സന്യാസ വൃന്ദങ്ങൾ ഏവരെയും വണങ്ങിക്കൊണ്ടും വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഒരു മഹത്വങ്ങൾക്കടിയുടെ നമസ്കാരം അറിയിച്ചുകൊണ്ടും അടിയങ്ങളുടെ മാതാപിതാക്കളെയും ഭഗവാന്റെ അരുമ സന്താനങ്ങളായ ഓരോരുത്തർക്കും നല്ലവരായ നാട്ടുകാർക്കും അടിയന്റെ വിനീതമായ നമസ്കാരം. ചിറ്റാർ ശ്രീ ശിവാനന്ദാശ്രമത്തിന്റെ 51ാമത് വാർഷികത്തോടനുബന്ധിച്ച് 1ാം ദിനമായ ഇന്ന് ഭഗവാന്റെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി പുനഃപ്രതിഷ്ഠാ കർമ്മവും അതുപോലെ തന്നെ തൃക്കൊടിയേറ്റ് കർമ്മവും വളരെ അനുഗ്രഹപ്രദമായി പൊന്നമ്പൂറ്റി നമുക്കായി നടത്തി തന്നിരിക്കുകയാണ്. കാരണത്തെ ഓർത്ത് ഭഗവാനോട് കോടാകോട് നന്ദി പറഞ്ഞ് സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ തുടർന്നുള്ള കർമ്മങ്ങളും ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ ബാലയുവജന സമ്മേളനവും ഇതിന്റെ പര്യവസാനം വരെ പുനനാഥാവിന്റെ പൊന്നമ്പൂരിയുടെ കാരുണ്യം കൂടെ ഉണ്ടാകുമാറാണമേ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ അടിയൊരു ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ഭഗവാനോട് നന്ദി പറഞ്ഞ് സ്തുതിക്കുകയാണ്. പൊന്നമ്പൂറ്റിയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാനുള്ള അറിവും കഴിവും അവിടുന്ന് ദാനമായി നൽകുമാറാണമേ എന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ് ഭഗവാനെ. ഏകത്വമായൊന്നു ജീവിക്കാം നമ്മൾക്ക് ആത്മാക്കളെ നിങ്ങൾ ആനന്ദിച്ചിടുക. ആത്മാബോധം കൊണ്ടു ഏകോപിച്ചിടുന്നു ജാതി മതഭേദം പാടെ മറക്കുന്നു. കലിയുഗ രക്ഷകനാവുന്ന ഭഗവാൻ ബ്രഹ്മശ്രീ ശിവാനന്ദ ഗുരുദേവ തിരുവടികളാൽ സ്ഥാപിതമായിട്ടുള്ള പുണ്യ ആകർഷമാണ് നമ്മളുടെ ആത്മബോധോദയ സംഘം. ഇവിടെ ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങളോ സ്ത്രീ പുരുഷ ഭേദങ്ങളോ ഒന്നുമില്ലാതെ മനുഷ്യരിലെ ദൈവത്വത്തെ തെളിയിച്ചുകൊണ്ട് ആത്മചൈതന്യം വിളകുന്ന കർമ്മ വഴികളിലൂടെ ലോകത്തിന്റെ നന്മയ്ക്കായി മനുഷ്യ ജന്മങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ആത്മബോധോദയ സംഘം. ഖബര ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ഭഗവാൻ ഈ ഭൂമി ജന്മം കൊണ്ടത് മനുഷ്യ ജന്മങ്ങൾക്ക് വേണ്ടുന്ന അറിവുകളെ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഭഗവാൻ നൽകിയിരിക്കുന്ന അറിവിന്റെ പാതയിൽ കൂടെ നയിച്ച് ഏവർക്കും മോക്ഷപ്രാപ്തിയിൽ എത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പുണ്യ ആദർശമാണ് നമ്മളുടെ ഈ ആത്മബോധോദയ സംഘം. ഇതിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്നാൽ ഏവരെയും മോക്ഷപ്രാപ്തിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഭഗവാൻ തന്നെ 7ാം തിരുവയസ്സിൽ കണ്ട ദിവ്യ ജ്യോതിസിന്റെ അർത്ഥത്തെ അന്വേഷിച്ചുകൊണ്ട് ഭഗവാന് പിന്നിടേണ്ടി വന്നത് കൊടിയ യാതനയുടെയും പട്ടിണിയുടെയും പരിഹാസത്തിന്റെയും ദുഷിയുടെയും വഴിയിലൂടെ ആണെങ്കിലും അവസാനം അതിശ്രേഷ്ഠമായ അറിവിന്റെ പാതയിലാണ് എത്തിച്ചേർന്നത്. എന്നാൽ ഈ മഹാത്യാഗങ്ങൾ ഇന്നും തുടരുന്നതിന്റെ ഫലമാണ് നമ്മൾ ഇനി അനുഭവിക്കുന്ന സ്വർഗീയ സുഖവും സൗഭാഗ്യവുമില്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇത് മറക്കാൻ പാടുള്ളതല്ല. നമ്മൾ ഇപ്പോഴും നന്ദിയുള്ളവരായി ജീവിക്കുവാനാണ് ഭഗവാൻ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് അത് മാത്രം നന്ദിയുള്ളവരായി ജീവിക്കുവാനാണ് ഭഗവാൻ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഈ
ഒരു മനുഷ്യൻ ജന്മം കൊള്ളുന്ന സമയം മുതൽക്കേ തന്നെ ഒരു ചിന്താമണ്ഡലം ഉണരുകയാണ്. അതിനാൽ തന്നെ അറിവുകളും ഗ്രഹിച്ചു തുടങ്ങുകയാണ് ആ സമയം മുതൽക്കേ തന്നെ. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, അർജുന പുത്രനായ അഭിമന്യു പത്നിരൂപം ഭേദിക്കാൻ പഠിച്ച തന്റെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് തന്നെയാണെന്ന് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കളിമണ്ണ് കൊണ്ട് രൂപത്തെ ആക്കിയെടുക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ അറിവും ചിന്തകളും ഒരു വ്യക്തിയെ രൂപമാക്കി എടുക്കുന്ന പോലെ തന്നെ ശൈശവം മുതൽക്കേ തന്നെ ഇത് സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ശുഭാന്ത ദർശനങ്ങളും ആദർശങ്ങളും സ്വീകരിച്ച് പാലിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യ ജന്മം ഈ ലോകത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടത്. ലഹരിയും ജാതി മത വിദ്വേഷങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ, ഈ കലിയുഗത്തിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരാൾ ചെയ്യുന്ന കർമ്മം ശരിയാണ് എന്ന് അവർക്ക് പൂർണ്ണമായും അറിയാമെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ധന്യമാണ് എന്ന് കരുതുന്ന ഒരു സമൂഹം കൂടെയാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. അതായത് ശുദ്ധമായ പാൽ എഴുത്തുള്ളി വിഷം ചേർത്താൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അന്യ ചിന്ത അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് നിമിഷം നമ്മൾ വിട്ട് പിരിഞ്ഞു നിന്നാൽ നമുക്ക് അജ്ഞതയാവുന്ന അന്ധകാരം നമ്മളെ ഏവരും വിഷമയമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അതിന് യാതൊരു തർക്കവുമില്ല. നമ്മളുടെ ഉള്ളിൽ ഒരിക്കലും ഒരു അന്യചിന്ത വന്നുകൂടാൻ പാടില്ല. ഉത്കൃഷ്ടമായ അറിവിനെ ഗ്രഹിച്ച് സത്യസന്ധതയും ബഹുമാനവും വിനയവും ധാർമ്മികതയും സഹനശക്തിയും ഇതെല്ലാം നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒന്നാണ്. ഒരാത്മബോധി എന്ന നിലയിൽ ഇത് നമ്മുടെ ഏവരുടെയും കർത്തവ്യമാണ്. അങ്ങനെയുള്ളവർ ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്താനോ ശ്രമിക്കുകയോ ചെയ്യില്ല. അവരെന്തായിരിക്കും ചെയ്യുന്നത്? അവരവരെ തന്നെ ഒന്ന് ചിന്തനം ചെയ്ത് നോക്കുമായിരിക്കും ചെയ്യുന്നത്. ഭഗവാൻ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, തന്നെ ചിന്തനം ചെയ്ത് നമ്മുടെ ദുരിതദുഃഖങ്ങളൊക്കെ അകറ്റാന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളിലുള്ള ദോഷം നമ്മൾ തന്നെ കണ്ടെത്തി അതിനുള്ള പരിഹാരത്തെ നമ്മൾ തന്നെ അറിയുവാൻ വേണ്ടിയിട്ടുള്ള അറിവുകളെ ഭഗവാൻ നമുക്ക് ഓരോ നിമിഷവും ഇങ്ങനെ അരുളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അതാണ് ഭഗവാൻ നമ്മളുടെ കുറവുകൾ എന്താ നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് അതിന് ഒരു അറിവ് വേണം. ഉള്ള കഴിവിനെ യുഗപുരുഷനാകുന്ന ശുഭാനന്ദ ഗുരുദേവൻ നമുക്ക് നൽകിയിരിക്കുന്ന തത്വശീലങ്ങളാണ്. അങ്ങനെ ആ തത്വഗുണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഐക്യതയോടുകൂടിയും ഒത്തൊരുമയോടുകൂടിയും നമ്മുടെ ഈ പുണ്യ ആദർശക്കൊടി കൂടുതൽ വാനോളം ഉയരുവാൻ നമുക്ക് അതിനെ ഉയർത്തുവാൻ അതിനുള്ള അറിവും കഴിവും പൊരുന്തമ്പുരാൻ നമുക്ക് ദാനമായി നൽകുമാറാകട്ടെ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മളുടെ തിരുസന്നിധാനത്തിന് മുമ്പിലായി ഉയർന്നു വരുന്ന സ്വർഗ ഗോപുരം എത്രയും പെട്ടെന്ന് നിർമ്മാണ പണികളെല്ലാം പൂർത്തിയാക്കി നമുക്ക് ഏവർക്കും അത് കാണുവാനുള്ള അനുഗ്രഹവും ഭാഗ്യവും പൊരുന്തമ്പുരാനെ അവിടുന്ന് ദാനമായി നൽകുമാറാണെന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മളുടെ ഈ 51ാമത് വാർഷികം ഇനി മുൻപോട്ടുള്ള ഓരോവിധ കർമ്മങ്ങളും എല്ലാം നല്ല അനുഗ്രഹപ്രദമായി പൊന്നമ്പോറ്റി മുന്നമേ എഴുന്നള്ളി നിന്ന് എല്ലാം അനുഗ്രഹമാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പൊരുന്തമ്പുരാൻ ദീർഘകാലം അവിടുന്ന് വാഴുമാറാണമേ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അടിയന്റെ വാക്കുകൾ ഗുരുഭാഗത്തിൽ നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി ഉദ്ഘാടന കർമ്മമാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ചെറുകോൽ ശുഭാനന്ദാശ്രമം ശുഭാനന്ദ ദർശനത്തിന്റെ മാസിക എഡിറ്ററായ ശ്രീമതി ഉമാദേവി ടീച്ചറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.